ഇതുപോലെ 2 സാധനം കിട്ടും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് രണ്ടും എടുത്തെങ്കിൽ കളയുക. ഈ ഒരു സാധനമൊന്നും നിങ്ങളെ വണ്ടിക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഒരുപാട് സ്വന്തമായിട്ട് വണ്ടി പണിയുന്നവന്മാരൊക്കെ ഇടുന്നുണ്ട്, എപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യാലും ഈ ഒരു സാധനം ഒഴിച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പണ്ടത്തെ കണക്കൊന്നുമല്ല, മാർക്കറ്റിൽ വരുന്ന എല്ലാ സാധനവും നിങ്ങൾക്ക് യൂസ്ഫുള്ളോ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് അല്ലെന്ന് ഒരുപാട് പേർക്ക് അറിയാം. അതുകൊണ്ട് ഈ ഒരു എഞ്ചിൻ ഫ്ലഷും കാര്യങ്ങളൊന്നും ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് മോട്ടോയിൽ ഇപ്പോൾ ഇത് നമ്മുടെ എഞ്ചിൻ ഓയിലിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് വണ്ടി ഫ്ലഡ്ജ് ഫോർം ആയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു വഴിയില്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാം. അല്ല നിങ്ങളത് എല്ലാ ഓയിൽ ചേഞ്ച് ഇൻ്റർവെൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിക്കകത്തുള്ള സീൽസ്, ബിയറിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനമാവും. അപ്പോൾ ഈ ഒരു ഫാനൊന്ന് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഒരു കമൻറ്റ് റിയാക്ഷനുകളുണ്ട്. ഈ ഒരു കമൻറ്റ് നിങ്ങൾ കണ്ടാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ കിടന്ന് അങ്ങാണ്ട് ഒരു റൈഫ് അടിച്ച് കളിച്ച് കഴിഞ്ഞാൽ നീ ഞാനും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാതാവും. പിന്നെ പണ്ടത്തോളം അല്ല, വണ്ടി ഓട്ടിക്കുന്നവനും വഴി കൂടെ പോണവന്മാർക്കും എല്ലാം അത്യാവശ്യം വിവരം വെച്ച് തുടങ്ങി. അപ്പോൾ ഈ റോട്ടിൽ കിടന്ന് അങ്ങോട്ടും ഡ്രാഗ് അടിച്ച് വിളിച്ച് കളിക്കുന്നതും അതെടുത്ത് മാസ് BGM കയറ്റി സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടുന്നതൊക്കെ ഔട്ടായ കാര്യമാണ്. അപ്പോൾ ഇതൊന്നും ഇതുവരെയ്ക്കും അറിയാതെ ഒരു കൊച്ചു സമൂഹം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അവരൊരു 2017-18 കാലഘട്ടത്തിൽ നിന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഈ വീഡിയോ ഷെയർ കൊടുത്തേക്ക്. 2015 ഈ വീഡിയോ പോകുന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് രണ്ടും എടുത്തെങ്കിൽ കളയുക. ആ സാധനം നമുക്ക് തിരിച്ചെടുത്തേ പറ്റൂ, കാരണം കുറച്ച് ക്ലോസപ്പ് ഷോട്ട്സ് അതിൽ നമ്മൾ എടുക്കാനുണ്ടായിരുന്നു. എവിടെയോ ആണല്ലേ ഗൈസ് ഞാനത് കളഞ്ഞത്.